ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് റവയും കൊണ്ട് ഉപ്പുമാവ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പിന്നെ അത് മനസ്സിലായത് ഞാൻ യൂട്യൂബ് ചാനലിൽ ഓരോ കുക്കിംഗ് വീഡിയോ എല്ലാം കാണാൻ തുടങ്ങിയതിന് ശേഷമാണ്. അരിയും കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നോ അതെല്ലാം റവയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് അന്നേരം മനസ്സിലായത്. അപ്പോൾ അതിലൊരു ഐറ്റമാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാൻ നന്നായി ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു. അതിനുശേഷം ഒരു 1/2 സ്പൂൺ കടുക് അതിനകത്തേക്ക് ഇട്ട് അത് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ടു. ചെറിയ ജീരകമാണ്. ഈ ജീരകവും കടുകും കൂടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഫുൾ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാക്കി അരിഞ്ഞ ഈ സവാള ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കണം. അപ്പോൾ സവാള ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഒരു വലിയ സവാള ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയതിന് ശേഷം 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. അതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറുന്നവരെ ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് പിന്നെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് മൂടി വെക്കാം. ഇതൊന്ന് വാടിക്കിട്ടിട്ട് ഇപ്പോൾ ഇത് നല്ലോണം വാടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് നമുക്കിനി അടച്ചു വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാവാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ റവ എടുത്ത അതേ കപ്പിൽ 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പച്ചവെള്ളമാണ്, ചൂടുവെള്ളമല്ല, പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് ഫുള്ളായിട്ട്. റവ ആയതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് 1 കപ്പ് ആഡ് ചെയ്താലും അത് അധികമൊന്നും ആവില്ല. പിന്നെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള ആ ഉള്ളി വാട്ടി വെച്ചാലും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഉണ്ടോ എന്നെല്ലാം ഒന്ന് നോക്കുക. ഉപ്പ് എങ്ങനെ കുറവുണ്ടെങ്കിൽ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നേരത്തെ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് പോരെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് തൈരും കൂടി ആഡ് ചെയ്ത് 2 സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് അരച്ചാൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു പാൻ, നേരത്തെ നമ്മൾ ഉള്ളി വാട്ടി അതേ പാൻ തന്നെയാണ്. അതിനകത്തേക്ക് അതിലുള്ള വെളിച്ചെണ്ണേൻ്റെ കൂടെ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. അത് ആഡ് ചെയ്തതിന് ശേഷം അത് ചൂടാകുമ്പോൾ ഈ മാവ് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മാവ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു അടി കുഴിയുള്ള ഒരു പാത്രമാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഷേപ്പിലെല്ലാം കിട്ടും. ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പാനിൽ തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് ഇതൊരു 2 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നിട്ട് അതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കുന്നുണ്ട്. അതിനുശേഷം തുറക്കുമ്പോൾ ഇതേപോലെ ആയി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത് അടിയിൽ നിന്നെല്ലാം വിട്ട് കിട്ടിയിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒട്ടും അടി പിടിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചതിന് ശേഷം ഇത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ അടിയിൽ നന്നായി വെന്തോന്ന് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വശവും കൂടി മറിച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അതേപോലെ തന്നെ വേവിക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.